Hi friends, welcome back to my channel. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ കുറേയായി നമ്മുടെ ചാനലിൽ റെസിപ്പീസ് ഒക്കെ കാണിച്ചിട്ടില്ലേ? അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു അടിപൊളി ഇളനീർ കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടു നോക്കുക, റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയാവുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റെസിപ്പീസ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 1.25 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1 kgയുടെ ആ ഒരു അളവാണ് കേട്ടോ പറയുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ അരിച്ചതിന് ശേഷം ഒന്നൊരു ബൗൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചു കൊടുക്കുക. നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം മൈദയിൽ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 4 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റർ ഓൺ ആക്കാം. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മൈദ മിക്സ് ചെയ്യണം, അതിൽ വേണമെങ്കിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ബീറ്ററൊക്കെ സ്പീഡാക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. പൊടിക്കാത്തതാണെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, അത് നമ്മൾ എഗ് ബീറ്റർ സ്ലോ ആക്കി കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ എഗ് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, നല്ലൊരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് വരണം നമ്മുടെ ബാറ്റർ. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മളെ മൈദക്കൂട്ട് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 അല്ലെങ്കിൽ 3-4 ബാച്ചായിട്ട് വേണം നമ്മൾ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് നമ്മൾ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഇനി ഞാനിവിടെ 8 ഇഞ്ചിന്റെ റൗണ്ട് മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്ക്യൂർ വെച്ചിട്ട് നന്നായിട്ട് ഇത് എല്ലാ ഭാഗത്തൊന്നും വരച്ചു കൊടുക്കാം കേട്ടോ, നമ്മൾ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 3-4 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ, ഒരു 180 ഡിഗ്രിയിലാണ് കേട്ടോ എൻ്റെ ഓവണ്. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഒരു 35 മിനിറ്റിന് ശേഷം നമ്മളെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരേ ഫ്ലാറ്റ് ടോപ്പായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം കേക്ക് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾ എങ്ങനെ വെച്ചാൽ കട്ട് ചെയ്യുക. ത്രെഡൊക്കെ വെച്ചിട്ട് നൂലൊക്കെ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാ 3 ലെയറും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇളനീർ കേക്കാണല്ലോ. അപ്പോൾ ഞാനിവിടെ 2 ഇളനീർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾക്ക് ആ ഒരു കാമ്പാണ് കേട്ടോ വേണ്ടത്. കുറച്ച് എന്താ പറയുക, ഹാർഡായിട്ടുള്ള ഭാഗമാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ വെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഷുഗർ സിറപ്പ് ഇളനീർ വാട്ടറാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. ഇളനീരിൽ എത്രത്തോളം മധുരം ഉണ്ടോ അതിന് ബാലൻസ് ചെയ്തിട്ട് മധുരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഷുഗർ പൊടിച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇളനീർ കാമ്പ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം, കണ്ടൻസ് മിൽക്കാണ് കേട്ടോ. അതും നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കുക. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരക്കണമെന്നില്ല, ഒരു നമുക്ക് കടിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിൽ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കും വേണം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് നമ്മളെ വിപ്പിംഗ് ക്രീമിലേക്കും ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മളെ ഒരു ക്രീമിലേക്കും.
ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട്, നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിലാക്കണമെന്നില്ല, ഡയറക്റ്റ് കേക്കിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പം പൈപ്പിംഗ് കവറിലാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി കേക്ക് ബോർഡിൽ ഞാൻ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കേക്ക് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അത് നമ്മൾ ഇളനീരുടെ വെള്ളം വെച്ചിട്ട്, ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നോർമൽ കേക്ക് ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ ഇളനീരിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ അടിച്ചു വെച്ചല്ലോ, ആ ഒരു മിക്സാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്, നാച്ചുറലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. ഇളനീറും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും ഒക്കെ കൂടെ ഉള്ളതാണ്. ഇതിൽ നമ്മൾ കുറച്ച് കടിക്കാനായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഫൈൻ പേസ്റ്റായിട്ട് അരക്കണമെന്നില്ല, കുറച്ച് കടിക്കാൻ കിട്ടുമ്പം അതും ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വീണ്ടും നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു. നമ്മൾ ഇളനീർ വാട്ടർ വെച്ചിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുത്തു. വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇളനീരിൻ്റെ ആ ക്രഷ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മൂന്നാമത്തെ ലെയർ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ താഴത്തെ ലെയറാണ് മുകളിൽ വന്നിട്ടുള്ളത്. നമുക്ക് ബട്ടർ പേപ്പർ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കേക്കിൽ അധികം ക്രംസ് ഒന്നും ഇല്ലാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം 2 ഇളനീരിൻ്റെ വെള്ളം മതിയാവില്ല, 3 ഇളനീരുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇതിലേക്ക് മതിയാവുള്ളൂ. അതുപോലെ തന്നെ ഇളനീർ എടുക്കുമ്പോൾ എപ്പോഴും ഇളയ ഇളനീർ വേണം എടുക്കാനായിട്ട്. മൂത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പറ്റില്ല, അപ്പോൾ ഒരു തേങ്ങയുടെ രൂപമായിട്ടുണ്ടാവും, അതൊന്നും പറ്റില്ല. നന്നായിട്ട് തന്നെ നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ തന്നെ സെക്കൻഡ് കോട്ട് ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. നമ്മളിതിന് മുന്നേ റാഫെല്ലോ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റാഫെല്ലോ കേക്ക് ഏകദേശം ഒരു കോക്കനട്ടിൻ്റെതാണ്, ഇത് ഇളനീരാണ്. രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ റാഫെല്ലോ കേക്ക് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ പോയിട്ട് കാണാം. ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമ്മളെ പണിയായുധങ്ങളൊക്കെ എടുത്തിട്ട് ഇതുപോലെ സ്ക്രാപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കേക്ക് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാം. ഇനി ഇത് ഫിനിഷ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനിയൊരു ഗണാഷ് ഒഴിക്കുന്നുണ്ട്. നിർബന്ധമില്ല, അങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ മതി. അതും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. അപ്പോൾ നല്ല ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കേക്ക് അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിലിടുന്ന നന്നായിട്ട് സെറ്റ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഗണാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് ഡബിൾ ബോയിൽഡ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോവേവിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഗണാഷ് എടുത്തു. എന്നിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ, ഒന്ന് അരിച്ചെടുക്കൊക്കെ വേണം. അതും കൊണ്ട് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഡെക്കറേഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഡയറക്റ്റ് ഇതിൽ പ്ലെയിൻ ആയിട്ട് ഞാനിതിൽ അധികം ഡെക്കറേഷൻ ഒന്നും കൊടുക്കണില്ല. അപ്പോൾ ഇതാ ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ക്രീമും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇളനീർ കേക്ക്. അപ്പോൾ ഡെക്കറേഷന് ഞാനിപ്പോൾ ജസ്റ്റ് 2 ചോക്ലേറ്റിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി വെറുതെ ചെയ്താണ്. അതുപോലെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കേക്കിൻ്റെ പരിപാടി ഇതാ ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇളനീരൊക്കെ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് അരമണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണേ. അരമണിക്കൂറല്ല, ഒരു ദിവസം ഇരുന്നാൽ അത്രയ്ക്കും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്യാണ്. എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ കത്തി ഇങ്ങനെ പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ചുമ്മാ പറയണല്ല, നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും.
അപ്പോൾ ഏതൊരു കേക്ക് ആണെങ്കിലും തലേ ദിവസം ഉണ്ടാക്കിയിട്ട് നമ്മൾ പിറ്റത്തെ ദിവസം കഴിക്കുമ്പോൾ കേട്ടോ കൂടുതൽ ടേസ്റ്റി ആവുക. അപ്പോൾ ഇതാ നമ്മളെ ഇളനീർ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ ഇതുവരെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.